100-ൽ 100 മാർക്കും വാങ്ങിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ടോപ്പർ ആവാൻ ചില ചെറിയ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അതിൽ ആദ്യത്തെ ടിപ്പ്, അവോയ്ഡ് സ്യൂഡോ സ്റ്റഡി. അതായത് പഠിക്കുന്നതായിട്ട് ഭാവിക്കുന്നതും അല്ലെങ്കിൽ പഠനത്തിലെ കള്ളത്തരങ്ങളുമൊക്കെ ഒഴിവാക്കുക. നിങ്ങൾ പഠിച്ചതൊക്കെ ഒന്ന് ഓർത്ത് നോക്കി, ആ പഠിച്ച രീതിയൊക്കെ കുറച്ച് സ്യൂഡോ സ്റ്റഡി അല്ലായിരുന്നു. അതായത് ഒരു ആത്മാർത്ഥത ഇല്ലാത്ത ഒരു പഠിത്തമല്ലായിരുന്നു. കുറച്ച് പഠിക്കും, മൈൻഡ് ഡൈവേർട്ട് ചെയ്ത് പോകുക, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കിട്ടാതിരിക്കുക, ഓവർ തിങ്ക് ചെയ്യുക. ആ പഠിക്കുന്ന കാര്യം നമ്മൾ വ്യതിചലിച്ച് പോകും. എന്തുവാണോ പഠിച്ചുകൊണ്ടിരുന്നതെന്ന് പോലും ഓർമ്മ വരാത്ത രീതിയിൽ നമ്മൾ ചിന്തിച്ചു കൂട്ടും. അല്ലെങ്കിൽ പഠിക്കാനിരിക്കുമ്പോൾ തന്നെ ഫോൺ എടുത്തിട്ട് ഫോണിൽ ഇങ്ങനെ കുറേ നേരം നമ്മൾ സെർച്ച് ചെയ്ത് ഫോണിൻ്റെ പിറകിൽ പോകുക. 3-4 മണിക്കൂർ അങ്ങനെ തന്നെ വേസ്റ്റാക്കി കളയുക. പഠിക്കാനിരിക്കുമ്പോൾ തന്നെ 2 പേജ് വായിക്കുമ്പോൾ തന്നെ ഉറക്കം വരുന്നു എന്ന് പറഞ്ഞിട്ട് ബുക്സ് അടച്ച് വെച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങുക, അല്ലെങ്കിൽ TV കാണുക. ഇതെല്ലാം തന്നെ സ്യൂഡോ സ്റ്റഡിയിൽ വരുന്നതാണ്. നമ്മുടെ മനസ്സിൻ്റെ മടിയാണ് ഇതിലൂടെ പ്രതിഫലിക്കുന്നത്. പഠിക്കാനുള്ള മടിയാണ് ഈ ഒരു സ്യൂഡോ സ്റ്റഡി രീതിയിൽ വരുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കി പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1-2 മണിക്കൂർ, അതിൽ കൂടുതലൊന്നും ആവശ്യമില്ല. അതിൽ കൂടുതൽ നമുക്ക് ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് പഠിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഒരു 2 മണിക്കൂറെങ്കിലും പഠിക്കേണ്ട കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് അവ നന്നായിട്ട് നല്ല വൃത്തിയായിട്ട് പഠിച്ചു തീർക്കുക. അതിനുശേഷം മാത്രമേ അവിടെ നിന്ന് എഴുന്നേക്കാൻ പാടുള്ളൂ. അപ്പോൾ ഏതൊക്കെ ടോപ്പിക്സാണ് അത്രയും സമയത്തിനുള്ളിൽ പഠിച്ചു തീർക്കേണ്ടത്, ആദ്യത്തെ 5 മിനിറ്റ് എന്തൊക്കെ പഠിക്കണം, ആദ്യത്തെ 10 മിനിറ്റിൽ എന്തൊക്കെ പഠിക്കണം എന്നൊക്കെ എഴുതി വയ്ക്കുക. എന്നിട്ട് ഒരൊറ്റ ഇരിപ്പിന് നിങ്ങൾ പഠിച്ചു തീർക്കുക. അല്ലാതെ അതിനകത്തേക്ക് മടിയൊന്നും കൊണ്ടുവന്ന് അതൊരു സ്യൂഡോ സ്റ്റഡിയാക്കി മാറ്റരുത്. ടോപ്പർ ആവാൻ വേണ്ട അടുത്ത ടിപ്പ് ഡീപ്പ് വർക്കാണ്. അതായത് നമ്മൾ എന്ത് കാര്യവും ഡീപ്പായിട്ട് ചെയ്യുമ്പോഴാണ് നല്ല റിസൾട്ട് കിട്ടുന്നത്. പെരിഫറലായിട്ട് പഠിക്കാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ കുറച്ച് ഡീപ്പായിട്ടൊന്ന് പഠിച്ചു നോക്കിയേ എന്ന് കരുതിയിട്ട് അനാവശ്യമായിട്ടൊന്നും പഠിക്കേണ്ട. പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ആഴത്തിൽ വായിച്ചിട്ട് വീണ്ടും തറവാക്കി പഠിക്കുക, വീണ്ടും റിവിഷൻ ചെയ്യുക. കുറച്ച് ഡീപ്പായിട്ട് വർക്ക് ചെയ്ത് നോക്കിയേ. പിന്നെ നിങ്ങൾക്ക് അതിൽ കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരത്തില്ല. ഏത് ഉറക്കത്തിൽ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് നല്ല ഓർമ്മയായിരിക്കും. പരീക്ഷയ്ക്ക് അതേ രീതിയിൽ ബുക്കിൽ എങ്ങനെയാണോ കൊടുത്തേക്കുന്നത് അതേ രീതിയിൽ നിങ്ങൾ ഓർഡർ വിടാതെ തന്നെ എഴുതുകയും ചെയ്യും. ആ ഒരു പരീക്ഷ സമയത്ത് അത് ഏത് പേജിൽ ഏത് പാരഗ്രാഫിലായിരുന്നു ആ ആൻസർ എന്ന് വരെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓർമ്മ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് റാങ്ക് വാങ്ങുന്നതിൽ ഡീപ്പ് വർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തെ ടിപ്പ് ടൈം മാനേജ്മെൻ്റ് ആണ്. പഠിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല പരീക്ഷയിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടൈം മാനേജ്മെൻറ്റ്. എത്ര നന്നായിട്ട് പഠിച്ചു പോയാലും ടൈം മാനേജ്മെൻറ്റ് ശരിയല്ലെങ്കിൽ പരീക്ഷയ്ക്ക് നമുക്ക് എഴുതാൻ സമയം തികയില്ല, മാർക്കും കുറയും. അതുപോലെ പഠിക്കുന്ന സമയത്തും ടൈം മാനേജ്മെൻറ്റ് ചെയ്യണം. ഇപ്പോൾ പഠിക്കാമെന്ന് പറഞ്ഞ് ഇരിക്കും, പക്ഷേ പിന്നെ ഫോണിലൊക്കെ നോക്കി അന്നത്തെ ദിവസം മുഴുവൻ പോകുന്ന ടൈപ്പ് ആണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ടൈം മാനേജ്മെൻറ്റ് ചെയ്യുക. നിങ്ങൾ 2 മണിക്കൂർ പഠിക്കാൻ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയത്തേക്ക് അലാം സെറ്റ് ചെയ്ത് വെക്കുക, ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക. 2 മണിക്കൂർ പഠിത്തം മാത്രം നടത്തുക. നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് അതൊരു 3 മണിക്കൂറാക്കി എടുക്കാം. ഓരോ ദിവസം നിങ്ങൾക്ക് അങ്ങനെ കൂട്ടി കൊണ്ടുവരാം. അങ്ങനെയാണ് പഠിക്കുന്ന കാര്യത്തിൽ ടൈം മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. പരീക്ഷയുടെ കാര്യത്തിലും ടൈം മാനേജ്മെൻറ്റ് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ പരീക്ഷയുടെ സെയിം മോഡൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ടൈം സെറ്റ് ചെയ്തിട്ട് തന്നെ ആ നിശ്ചിത സമയത്തിനുള്ളിൽ പരീക്ഷ എഴുതി തീർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ലാസ്റ്റ് ടിപ്പ് അവോയ്ഡ് പ്രൊക്രാസ്റ്റിനേഷനാണ്. എല്ലാ വീഡിയോസും ഞാൻ പറയുന്ന കാര്യമാണ്. അതില്ലാതെ ഒരു രക്ഷയുമില്ല. നമ്മളുടെ ഇന്നത്തെ ലൈഫിൽ നമുക്ക് ഏറ്റവും നേരിടുന്ന പ്രശ്നം പ്രൊക്രാസ്റ്റിനേഷനാണ്. എന്ത് കാര്യം പഠിക്കാൻ തുടങ്ങിയാലും മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് നമ്മളത് നീട്ടി വയ്ക്കും, പിന്നെ പഠിക്കാമെന്നുള്ള രീതിയിലേക്ക് വരും. അതിലെ പ്രധാന വില്ലൻ മൊബൈലാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. പഠിക്കാനിരിക്കുമ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യുകയോ അടുത്ത റൂമിൽ സൈലൻ്റ് ആക്കി വെക്കുകയോ ഒക്കെ ചെയ്യുക. പരീക്ഷാ സമയം ആകുമ്പോഴത്തേക്ക് ആവശ്യമില്ലാത്ത സോഷ്യൽ മീഡിയാസ്, അതായത് 2 മാസം മുമ്പ് തൊട്ടേ സോഷ്യൽ മീഡിയാസെല്ലാം അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. പഠിക്കുന്ന കാര്യത്തിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുക. പരീക്ഷ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പിന്നെ ഇതൊക്കെ കാണാമല്ലോ. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് പലപ്പോഴും നമുക്കൊരു ടൈം പാസ് മാത്രമാണ്, അല്ലാതെ നമുക്കതിൽ നിന്ന് പ്രത്യേകിച്ച് വലിയ പ്രയോജനങ്ങളൊന്നും ഉണ്ടാകുന്ന കാര്യമല്ല. നമ്മുടെ ലൈഫിനെ ഏറെക്കുറെയൊക്കെ സ്പോയിൽ ചെയ്യാനാണ് സോഷ്യൽ മീഡിയ ഹെൽപ്പ് ചെയ്യാറുള്ളത്. അത് മനസ്സിലാക്കി സ്വന്തം കരിയർ ഡെവലപ്പ് ചെയ്യുന്നതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് ടോപ്പർ ആവാനും 100-ൽ 100 മാർക്ക് വാങ്ങാനും ഒക്കെ സഹായിക്കുന്ന ടിപ്പുകൾ. നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദയവായിട്ട് കമൻറ്റ് ചെയ്യുക. താങ്ക്